ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്, മതേതരമാണ്, മതേതരമാണ്. ഇന്ത്യ നിലനിൽക്കുന്ന രാജ്യമാണ്, നിലനിൽക്കേണ്ട രാജ്യമാണ്. ഇന്ത്യ ലോകത്തിന്റെ ഹൃദയമാണ്. 1947 ആഗസ്റ്റ് 15 അല്ലെങ്കിൽ 15ന്റെ തലേന്നുള്ള അർദ്ധരാത്രി ഡൽഹിയിൽ അധികാര കൈമാറ്റം നടക്കുകയാണ്. ആ അധികാര കൈമാറ്റം നടക്കുന്ന വേളയിൽ അതിന്റെ മുഴുവൻ ശില്പിയായ യൂണിയൻ ജാക്ക് കൊടി താഴെ ഇറക്കി ദേശീയ പതാക ഉയർത്താൻ ഏറ്റവും വലിയ കാരണക്കാരനായ ആ മെലിഞ്ഞ മനുഷ്യൻ, ഒറ്റ പുതപ്പ്, ഒറ്റ ഷാൾ, അര മുതൽ കാൽമുട്ട് വരെ മാത്രം മറച്ച വസ്ത്രം, അതുമായി ലോകത്തെ അന്നും ഇന്നും അതിശയിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ, ഇന്ത്യ നൂറ്റാണ്ടുകളിലൂടെ ജന്മം നൽകിയ അതിന്റെ ഏറ്റവും മഹാനായ സന്താനം. ഏതൊരു വ്യക്തിയെ തിരിച്ചറിയുന്നതിലാണോ ഇന്ത്യ ഇന്ത്യയാകുന്നത്, ഏതൊരു വ്യക്തിയെ അവഗണിക്കുന്നതിലൂടെയാണോ ഇന്ത്യ തോൽക്കുന്നത്, ആ വ്യക്തിത്വമായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1947 ആഗസ്റ്റ് 15 അധികാര കൈമാറ്റത്തിന്റെ ചടങ്ങ് ഡൽഹിയിൽ നടക്കുമ്പോൾ നവഖാലി ഗ്രാമത്തിലൂടെ നഗ്നപാതനായിട്ട് നടന്നു നീങ്ങുകയായിരുന്നു ഗാന്ധിജി. നവഖാലിയിലെ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന ഗാന്ധിജിയോട് അന്ന് മനു ചോദിച്ച ചോദ്യം കാലിലൊരു ചെരുപ്പിട്ടുകൂടെ എന്നായിരുന്നു. അതിന് ഗാന്ധിജി നൽകുന്ന മറുപടി ഉണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ചു? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വല്ല തീർത്ഥാടനത്തിന് പോവുകയാണോ? ചെരുപ്പ് ധരിച്ചു പോയിട്ട് അവിടെ ചെന്ന് ചെരുപ്പ് ഊരി വെക്കാൻ? നാം നടന്നു പോകുന്നത് മനുഷ്യരുടെ ആർത്തനാദങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിലൂടെയാണ്. നാം നടന്നു പോകുന്നത് മനുഷ്യരക്തം വീണ മണ്ണിലൂടെയാണ്. ഗാന്ധിജി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഹിന്ദു സഹോദരിമാർ വന്ന് ഗാന്ധിജിയുടെ കാൽക്കൽ വീണു. ഞങ്ങൾക്കിവിടെ പാർക്കാൻ കഴിയുന്നില്ല ബാപ്പു, മുസ്ലിങ്ങൾ ഞങ്ങളെ ഓടിക്കുകയാണ്. ഗാന്ധിജി അവരെ ആശ്വസിപ്പിച്ചു. തൊട്ടടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ മുസ്ലിം സഹോദരിമാർ വന്ന് ഗാന്ധിജിയുടെ കാൽക്കൽ വീണു. ബാപ്പു, ഹിന്ദുക്കൾ ഞങ്ങളെ ഇവിടെ പാർക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ ആട്ടി ഓടിക്കുകയാണ്. ഈ പ്രതിഭാസത്തെ മനുഷ്യത്വത്തോടെ കൈകാര്യം ചെയ്ത ഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവ്. രാഷ്ട്രപിതാവ് മാത്രമല്ല ഗാന്ധിജി, വിശാലമായ വീക്ഷണം, ബഹുസ്വരത, അതാണ് ഇന്ത്യ. അത്ഭുതകരമായ ഇന്ത്യ. ഇതാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വായന. അത് കെട്ടുറപ്പുള്ള ഐക്യത്തിന്റെ വായനയാണ്. അത് സമാധാനപരമായ മുന്നേറ്റത്തിന്റെ വായനയാണ്. അത് ഇന്ത്യൻ ജനതയുടെ ഒരുമയുടെ വായനയാണ്. ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുക, മൈത്രിയുടെ കൊടിവാഹകരാവുക, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് ആ ഗാന്ധി കാണിച്ച മാർഗത്തിലൂടെ നെഹ്റുവിന്റെ, മൗലാന ആസാദിന്റെ, അംബേദ്കറിന്റെ പാതയിലൂടെ മുന്നേറുക. ഇന്ത്യ എന്ന മതേതരത്വം, ഇന്ത്യ എന്ന ഉത്ഗ്രഥനം, ഇന്ത്യ എന്ന ബഹുസ്വരത, ഒന്നിച്ചാണ് ഇന്ത്യ എല്ലാവരും കൂടി കെട്ടിപ്പടുത്തത്. ഒന്നിച്ച് തന്നെ ഇന്ത്യ നിലനിൽക്കും. വസുധൈവ കുടുംബകമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ലോകമേ തറവാട്. അത്ര വിശാലമായ മനസ്സാണ് ഇന്ത്യ. ഞാനൊരു ദിവസം പാർലമെന്റിന്റെ കൊറിഡോറിലൂടെ നടന്നു പോകുമ്പോ അറിയാതെ മേലോട്ട് നോക്കിയപ്പോഴുണ്ട് പാർലമെന്റിന്റെ മകുടത്തിൽ ഈ ശ്ലോകം എഴുതി വെച്ചിരിക്കുന്നു. മനോഹരമായ ദേവനാഗരി ലിപിയിൽ, അയം നിജ പരോവേദി ഗണനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്നവന്റെ മനസ്സ് ചെറിയ മനസ്സാണ്. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. വിശാലമായിട്ട് ചിന്തിക്കുന്നവർക്ക് ലോകമാണ് തറവാട്. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വത്തിന്റെ ശ്രീകോവിലായ അതിന്റെ മകുടത്തിൽ എഴുതി വെച്ച ഉപനിഷത്തിന്റെ ശ്ലോകം അത് കണ്ടാൽ തന്നെ കണ്ണു കുളിർക്കും. ദേവനാഗരി ലിപിയിലാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ഖുർആന്റെ ഒരു സൂക്തവും ഇന്ത്യയുടെ പാർലമെന്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യ, അത്ഭുതകരമായ ഇന്ത്യ. ഹിന്ദുമതത്തിന്റെ തറവാടും ഈറ്റില്ലവും പോറ്റില്ലവുമായി അറിയപ്പെട്ട ശേഷം 3 മതത്തെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച ശേഷം പേറ്റുനോവോടെ ശ്രീബുദ്ധനെ ഇന്ത്യ നൊന്തിട്ടാണ് പ്രസവിച്ചത്. വർദ്ധമാന മഹാവീരന് അങ്ങനെ തന്നെയാണ്. ഇന്ത്യ നൊന്തുവെച്ച 3 മതങ്ങൾ. അതുകൊണ്ടും ദാഹം തീരാതെ ലോക മതങ്ങൾക്ക് വേണ്ടി ഇന്ത്യ കൈനീട്ടി. പിന്നീട് 3 ലോക മതങ്ങൾക്ക്, ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, എല്ലാം കടന്നു വന്നു. ഇന്ത്യ ഉണ്ടായിക്കൊണ്ടേ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട ഇന്ത്യ. ശങ്കരന്റെ, കപിലന്റെ, കണാദന്റെ, മാധവന്റെ, ചൈതന്യന്റെ, ജയദേവന്റെ, തുക്കാറാമിന്റെ, തുളസീദാസിന്റെ
നിസാമുദ്ദീന്റെ, മുഈനുദ്ദീന്റെ, വാൽമീകിയുടെ, വേദവ്യാസന്റെ ഇന്ത്യ, ദ ഇൻക്രെഡിബിൾ ഇന്ത്യ, അതിശയകരമായ ഇന്ത്യ, സകല ഭാഷകൾക്കും മതങ്ങൾക്കും തെളിഗൃഹമായ ഇന്ത്യ. ആ ഇന്ത്യ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ, ജവഹർലാലിനെ, മൗലാന ആസാദിനെ ജനിപ്പിച്ച ഇന്ത്യ. ആ ഇന്ത്യ രാജ്യം അതിന്റെ പാർലമെന്റിന്റെ മറ്റൊരു മകുടത്തിൽ ഖുർആന്റെ ഒരു സൂക്തവും അറബി കയ്യെഴുത്ത് കലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖുർആന്റെ ഒരു സൂക്തം ഇന്ത്യയുടെ പാർലമെന്റ്, മനോഹരമായ അറബ് കയ്യെഴുത്ത് കല. അതാണ് ഇന്ത്യയുടെ ദേശീയത. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറാതെ ദൈവം അവരെ മാറ്റുകയില്ല എന്നാണ് ആ ഖുർആന്റെ സൂക്തം. നമുക്കൊക്കെ മനസ്സ് വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരെയും പൊതുവായി കാണുന്ന മനുഷ്യത്വത്തിന്റെ ആദർശത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടെ, ആശംസകളോടെ എന്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.